ഉത്സവ ദിവസങ്ങളിൽ ഏറ്റവും സംഭവബഹുലമായ ഒരു ദിവസമാണ് ഇത്. ജീവിതത്തിലെ ഒരു ദിവസവും പ്രീ പ്ലാൻഡ് അല്ലെന്ന് അറിയിച്ച ഒരു ദിവസം. എന്നത്തെ പോലെയും കുളിച്ചൊരുങ്ങി രാവിലെ അമ്പലത്തിലേക്ക്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വിഷമം തോന്നുമെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നാറുണ്ട് എനിക്ക്. അതുതന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരെയും പോലെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫോഴ്സ് അല്ലേ? അങ്ങനെ തൊഴുത് കലശമൊക്കെ കണ്ട് വീട്ടിൽ വന്നപ്പോഴേക്കും ഏറ്റവും സന്തോഷവതിയായ തീർത്ഥക്കുട്ടിയാണ് കാണണേ. ബിക്കോസ് എക്സാമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അടിച്ചു പൊളിക്കാനുള്ള വരവായിരുന്നു അത്. വഴിപാടിന് വേണ്ടിയുള്ള ഭസ്മവും കുങ്കുമവും ഒക്കെ പാക്ക് ചെയ്തു കേട്ടോ അതിനിടയ്ക്ക്. എന്നിട്ട് കലവറയിലേക്കൊരെത്തി നോട്ടം. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഞങ്ങളുടെ അന്നദാനമായിരുന്നേ. കുറച്ചധികം വർഷമായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന ഒരു കാര്യമാണ്. വിളമ്പുന്നതിന് മുന്നേ ഒരു ഗുരുപൂജ ഉണ്ടാകാറുണ്ട്. ശ്രീനാരായണ ഗുരുവിന് ആദ്യം കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നു എന്നൊരു സങ്കല്പം. അങ്ങനെ എല്ലാവർക്കും വിളമ്പി പിന്നെ ഞങ്ങളുമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരികെ മടങ്ങി. വൈകിട്ട് വീണ്ടും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്കാണ്. ഇന്നിവിടെ 60 പേരുടെ ഒരു മെഗാ തിരുവാതിരയൊക്കെ ഉണ്ട് കേട്ടോ. ദീപാരാധനയൊക്കെ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ആദരവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വർഷങ്ങളായിട്ട് അന്നദാനം നടത്തി വരാറുണ്ട്. ദേവസ്വം തന്ന ഉപഹാരമാണ്. പക്ഷേ ദേവി തരുന്ന അനുഗ്രഹത്തിനാണ് നമുക്ക് എന്നും നന്ദിയുള്ളത് കേട്ടോ. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തിരുവാതിര കാണാനിരിക്കുന്ന ഞങ്ങളെ തേടി വന്ന ഒരു വാർത്ത എല്ലാം കൊണ്ടും തകർത്ത് കളഞ്ഞു. ഞങ്ങളുടെ ഈ അമ്പലത്തിന് ചുറ്റും താമസിക്കുന്നത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. എൻ്റെ അച്ചായയുടെ ചേട്ടൻ്റെ വീട്, അതായത് എൻ്റെ വല്യച്ഛൻ്റെ വീട് അമ്പലത്തിൻ്റെ തൊട്ടു പുറകിലാണ്. അവിടെ ഒരു മരണ വാർത്ത. ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ലീല ചേച്ചിയമ്മ അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞൊരു കോൾ വന്നപ്പോൾ ഉണ്ടല്ലോ, അറിയില്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ. സീ യു ബൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.